എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. കാരണം മാനസികമായിട്ട് ഗുരു ഉപദിഷ്ടമായിട്ടുള്ള മന്ത്രം നമ്മളെ സംരക്ഷിക്കുക ചെയ്യുന്നത്. ഈ ഒരു മരണം എന്നൊക്കെ പറയുമ്പോൾ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പല സൂക്ഷ്മ ശക്തികളും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ചെല്ലുന്ന വീട്ടിലും നമ്മൾ ഇരിക്കുന്ന വീട്ടിലും നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ ആ സൂക്ഷ്മ ശക്തികളെ എപ്പോഴാണോ മനസ്സ് ഈ മന്ത്രജപത്തിലൂടെ ജാഗരൂപമായിട്ടിരിക്കുന്ന ഈ മന്ത്രദേവതകൾ ഉണർന്ന് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു വലയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ എപ്പോ നമ്മൾ ജപിക്കാനുള്ളത് നിർത്തുന്നോ അപ്പൊ ആ സാധകനെ പിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ സൂക്ഷ്മ ശക്തികൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവ് സ്ഥലങ്ങള് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മന്ത്രജപം നിത്യം ചെയ്യണം, അതിന് മാറ്റം വരുത്തരുത് എന്ന് പറയാൻ കാരണം. അപ്പൊ മാനസികമായിട്ട് ഗുരു ഉപദിഷ്ടമായിട്ടുള്ള മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഗുരു, പരമ്പര, മന്ത്രദേവത ഇത്രയും പേര് നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഇത് മുക്തി സാധനയ്ക്കായിട്ട് ഈ ജപം നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പൊ മാനസികമായിരിക്കുന്ന ജപം അനേകം മടങ്ങ് ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. മന്ത്രം ഒരിക്കലും ശബ്ദത്തിലൂടെ വൈഖരിയിലൂടെ പുറത്ത് ജപിക്കാൻ പാടില്ല. നടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ആഹാരം കഴിക്കുമ്പോഴോ കുളിക്കാതെയോ അശുദ്ധി ശരീരത്തെ ബാധിച്ചിരിക്കുമ്പോഴോ എങ്ങനെയും ആകട്ടെ മന്ത്രം ജപിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. വീണ്ടും വീണ്ടും നമുക്കിവിടെ സംശയം വരരുത്. നമുക്ക് എപ്പോഴൊക്കെ മന്ത്രം ജപിക്കാം? കാരണം ഇത് മന്ത്രമല്ലേ. കുളിക്കുമ്പോ ജപിക്കാവോ, ബാത്റൂമിൽ പോകുമ്പോ ജപിക്കാവോ, പ്ലെയിനിൽ ഇരിക്കുമ്പോ ജപിക്കാവോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. മാനസികമാണ് ജപം. ഈ ജപം അനേകം മടങ്ങ് ശക്തിയാണ് നമുക്ക് തരുന്നത്. മാനസിക ജപം മനസ്സ് ഊർജമാണ്, എനർജിയാണ്, അതിന് ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തിയാണ് മന്ത്രം നമുക്ക് തരുന്നത്. അപ്പൊ അതെന്താ? നടക്കുമ്പോ ജപിക്കാം, ഉറങ്ങുമ്പോ ആദ്യം തുടക്കത്തിൽ ഒരിടത്ത് ഇരുന്ന് ജപിക്കുക. ഈ പറഞ്ഞ മഹാഷോഡശി പഞ്ചദശാക്ഷരി മന്ത്രമൊക്കെ ശരീരത്തെ നിശ്ചലമാക്കി തന്നെ ജപിക്കണം എന്ന് പറയാൻ കാരണം ഈ രജോ ഗുണമുള്ളവർക്ക് കൂടുതൽ അതിലോട്ട് പോവാതെ മനസ്സിനെ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. ആഹാരം കഴിക്കുമ്പോൾ അഥവാ മനസ്സിൽ ഒരു മന്ത്രം വന്നു, അത് തെറ്റല്ല. കാരണം അത് എപ്പോഴും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിച്ചു, മനസ്സ് മന്ത്രമയമായി തീർന്നു എന്ന് അതിനർത്ഥം. കുളിച്ചില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധി ശരീരത്തിന് വന്നു, മുറിഞ്ഞു, കാല് കെട്ടിവെച്ചിരിക്കണോ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ പോലും ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചു കൊള്ളണം. കാരണം മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ബാധിക്കില്ല. ഇത് നമുക്ക് പോസിറ്റീവ് എനർജിയാ. ദോഷങ്ങളെ ബാധിക്കാതെ, അല്ലാതെ ജപിക്കാതെ ഇരിക്കുമ്പോഴാണ് ദോഷങ്ങൾ വരുന്നത്. ഈ നെഗറ്റീവ് ഫോഴ്സസ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പോസിറ്റീവ് നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോഴാണ്. കഴിയുന്നതും ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോവുക, ഈ പറഞ്ഞ പോലെ എന്താ നമ്മള് മരണ വീടുകളിൽ പോവുക, നെഗറ്റീവ് സ്ഥലങ്ങളിൽ പോവുക, അപ്പോഴൊക്കെ ഒന്നുമില്ലെങ്കിലും ഗായത്രിയെങ്കിലും ജപിച്ചോളണം. കാരണം നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ രക്ഷിക്കാൻ മന്ത്രത്തിന് അപാരമായിട്ടുള്ള കഴിവുണ്ട്. കാരണം ഈ ഒരു ഉപാസകൻ എന്ന് പറയുന്ന മന്ത്രം ജപിച്ച് വളരെ ട്രാൻസ്പെറൻസി വന്ന, വളരെ ശുദ്ധത ആർജിച്ച ഒരു ജീവന് ഒരുപാട് പോസിറ്റീവ്നെസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ യുധിഷ്ഠിരൻ എങ്ങനെയാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു യമലോകം സന്ദർശിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഫോഴ്സസിനൊക്കെ ഒരു നല്ല കുളിർ കാറ്റ് വന്ന പോലെയാ യുധിഷ്ഠിരൻ വന്നപ്പോ തോന്നിയത്. എന്താ അത് കാരണം? യുധിഷ്ഠിരന്റെ സത്യശീലം, അദ്ദേഹത്തിന്റെ ധാർമ്മികമായ നിഷ്ഠ, മന്ത്രജപങ്ങള്, അദ്ദേഹത്തിന് നല്ല പോസിറ്റീവ് വൈബ്രേഷൻ. അപ്പോ ജലം കിട്ടാതെ വിഷമിച്ച് ദുഃഖിച്ചു കഴിയുന്ന ശരീരങ്ങൾക്ക്, ആത്മാക്കൾക്കെല്ലാം തന്നെ ഇത് വളരെ ആശ്വാസം കൊടുക്കും. എപ്പോഴും ഉയർന്ന തലത്തിൽ നിന്ന് ജലം താഴോട്ട് ഒഴുകുന്ന പോലെ പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ഒരാളിൽ നിന്ന് ആ പോസിറ്റീവ് വൈബ്രേഷൻ നെഗറ്റീവ് തലത്തിലേക്ക് പെട്ടെന്ന് ഒഴുകിപ്പോകും. അത് നമ്മൾ പിടിച്ചു നിർത്താനോ അതിനെ അണകെട്ടി നിർത്താനോ പറ്റില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ് സ്ഥലത്ത് അധികം പോയി ഇരിക്കരുതെന്ന് പറയുന്നത്. അറിയാതെ എപ്പോഴും ഒരു ഇക്വിലിബ്രിയം പ്രപഞ്ചത്തിൽ സംഭവിക്കും. ഇപ്പൊ നമുക്കറിയാം, 2 ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കണം, നമ്മൾ എടുത്തൊഴിക്കണം. അതേസമയം ഒരു ജലം കെട്ടി നിൽക്കുന്ന, നാച്ചുറലി നിൽക്കുന്ന ഒരു സ്ഥലം നോക്കൂ. ഉയർന്ന സ്ഥലത്ത് വെള്ളം കെട്ടി, താഴെ വെള്ളം കെട്ടി നിൽക്കും. അത് എപ്പോഴും മുകളിൽ നിന്ന് താഴെ ഇവിടെയും കൂടെ നിറഞ്ഞ് രണ്ടും എപ്പോഴും ഒപ്പത്തിനൊപ്പം നിൽക്കും. അതാണ് പ്രപഞ്ചം. എവിടെയും പോസിറ്റീവും നെഗറ്റീവും, എവിടെയാണ് പോസിറ്റീവ് കൂടുതലുള്ളത് ആ പോസിറ്റീവ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും. അവിടെയാണ് സീറോ. നമ്മൾ പൂജ്യം എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് പൂജ്യത്തിന് അപ്പുറവും ഇപ്പുറവും. പൂജ്യത്തില് പ്ലസ് കൊണ്ട്, പൂജ്യത്തിന്റെ റൈറ്റ് സൈഡ് പ്ലസ് പോസിറ്റീവ്, പൂജ്യത്തിന്റെ ഇടത് സൈഡ് എന്ന് പറയുന്ന നെഗറ്റീവ് മൈനസ്, അല്ലെ?
അപ്പൊ ഈ പൂജ്യം എന്ന് പറയുന്നത് എന്താ? രണ്ടിനെയും ഇക്വിലിബ്രിയമാണത്. അതുപോലെയാണ് ഈ പറഞ്ഞ ആ എക്സ് എന്ന് പറയുന്ന ഈശ്വര തത്വം എപ്പോഴും പോസിറ്റീവാണ്. അപ്പൊ നമ്മൾ ഈശ്വരനിലൂടെ ആ ഈശ്വര മന്ത്രങ്ങൾ ജപിച്ച് എത്രത്തോളം പോസിറ്റീവ് ആകുന്നു, എത്രത്തോളം നമ്മൾ ആർജിച്ചിരിക്കുന്ന പോസിറ്റീവ് ശക്തി അതിങ്ങനെ ശരീരത്തിൽ ഒരു കറണ്ട് പോലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഒരു നെഗറ്റീവ് ഫോഴ്സിന്റെ അടുത്ത് ചെന്നിരിക്കുന്നത്, ആ നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളം കുടിക്കാതെ, ഭക്ഷണമില്ലാതെ, ആത്മാവിന്റെ ദാഹത്തോടു കൂടി ആത്മാവിന് ഒന്നും കൊടുക്കാതെ കാണുമ്പോ വെളിയിൽ നല്ലവണ്ണം ഒരുങ്ങി ഭംഗിയായിട്ട് മോഡേൺ ആയിട്ട് നല്ല എന്താ പറയാ സാരിയും നല്ലതൊക്കെ ഉടുത്ത് കാണുമ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ആത്മാവിനെ പട്ടിണിക്കിട്ടിരിക്കുക, ആത്മാവിന് ഒന്നും കൊടുക്കണില്ല. അവർക്ക് ഏതോ ജന്മത്തെ പുണ്യങ്ങൾ മുഴുവനും അവർ ശരീരത്തിലൂടെ, ശരീരശാസ്ത്രത്തിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്റെ ഭാഗ്യത്തില് ഇനി ഒന്നും നേടാനില്ല എന്നുള്ള മട്ടിൽ നടക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിൽ ആരാധിക്കപ്പെടുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ആ ആത്മാവ് പെടയുക പോസിറ്റീവ്നെസ്സിന് വേണ്ടി. നെഗറ്റീവ് തന്റെ ജഡവസ്തുക്കളിലാണ് ആത്മാവ് ഇരിക്കുന്നത്. അതിന്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ആത്മാവ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. കാരണം കിട്ടാതെ പട്ടിണിക്ക് കിടന്ന ഒരാള് ആക്രാന്തം കാണിക്കുന്ന ഭക്ഷണം കാണുമ്പോ എങ്ങനെയാണോ എന്താ പറയാ അതിന്റെ പുറകെ ഓടുന്ന, ആർത്തിയോടെ ഭക്ഷിക്കുന്ന, അതുപോലെ ഈ കിട്ടുന്ന പോസിറ്റീവ്നെസ് മുഴുവനും നെഗറ്റീവ് തലത്തിലോട്ട് പോകും. അതാണ് നമുക്ക് ഈ പറഞ്ഞ ഋഷിമുനിമാരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ സാധാരണക്കാരന്റെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നത്. അവരൊന്നും പറയണ്ട, അവരുടെ മുമ്പിൽ ചെന്ന് ഇരുന്നാ മതി. രമണ മഹർഷിയുടെയൊക്കെ ആ ഒരു പ്രസൻസ്, ആ ഒരു സൈലൻസിൽ ചെന്ന് ഇരിക്കുമ്പോ തന്നെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. ദുഃഖം എന്ന് പറയുന്നത് എന്താ? ഈ ക്ലേശം, ഇതൊക്കെ എന്താ? ഡ്യുവാലിറ്റിയാണ്. നമുക്ക് രണ്ട് എന്നുള്ള തോന്നലാണ് ക്ലേശം. ശരീരത്തിന് വരുന്നത് രോഗങ്ങളാണ്, മറ്റത് മനസ്സാണ്. മനസ്സെന്ന് പറയുന്നത് ഒരു ഊർജത്തിന്റെ ഭണ്ഡാരമാണ്. അതിനെ ഇല്ലാതാക്കാനും ഉണ്ടാക്കാനും പെട്ടെന്ന് മനുഷ്യർ തന്നെ വിചാരിച്ചാൽ പറ്റും. അപ്പൊ ഈ സദാ ഊർജത്തിൽ നിൽക്കുന്ന, ആ പോസിറ്റീവ്നെസ് നിൽക്കുന്ന ഋഷിമുനിമാര്, അതുപോലെ നിൽക്കുന്ന എന്താ പറയുക ഗുരുക്കന്മാര്, അങ്ങനെയുള്ളവരുടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ശക്തി കൂടുതൽ കൂടുതൽ ആത്മശക്തി വർദ്ധിക്കും. അതേപോലെ നമ്മള് കാണാൻ, നമുക്കിന്ന് ആളുകളെ ഒന്നും അറിയില്ല, ഭയങ്കര നെഗറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കും. പക്ഷെ കാണാൻ വളരെ എന്താ പറയുക നല്ലവണ്ണം വേഷഭൂഷാദികളൊക്കെ ധരിച്ചു വന്നിരിക്കും. നമ്മള് അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയെന്നല്ല, കഠിന പ്രയത്നത്തിലൂടെ കിട്ടുന്നതാണ് ഈ പോസിറ്റീവ് എനർജി. അവർക്ക് നിസ്സാരമായിട്ട് നമ്മൾ സംഭാവന ചെയ്യുന്നത്. അവര് നേടിയെടുക്കേണ്ടതാണ്, അല്ല നമ്മൾ കൊടുക്കേണ്ടല്ല. അതുകൊണ്ട് എന്താ, നമുക്ക് എനർജി ലോസ് വരും. ഭയങ്കര നെഗറ്റീവ് സ്ഥലത്ത് പോയിട്ട് വന്നാൽ 3-4 ദിവസം കംപ്ലീറ്റ് നമ്മുടെ എനർജി നഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അനുഭവമാണ്. ഈവൻ ഈ കുറച്ച് നാളെ ആയുള്ള സാധന എനിക്ക് പോലും അത് വളരെ അനുഭവസ്ഥമാണ്. കാരണം നെഗറ്റീവ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെ വളരെ എനർജി ലോസ്. ഈ മന്ത്രമാണ് നമുക്ക് എനർജി തരുന്ന ഒരു സോഴ്സ്. അതാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എന്നൊക്കെ പറയുന്നത്. ആ മാഗ്നറ്റ് ആകുന്ന മനസ്സിനെ ആ ഒരു ഇലക്ട്രിസിറ്റി ആകുന്ന മന്ത്രത്തിൽ ഘടിപ്പിച്ച് ഇങ്ങനെ സദാ മന്ത്രജപത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയാണത്. അപ്പൊ ആ ശക്തിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളണം. അതുകൊണ്ടാണ് ഈ മാനസിക ജപത്തിന് ഒരുപാട് ശക്തി ഉണ്ടെന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലും മന്ത്രം ജപിച്ചോളണം. അതിന്റെ അനന്തമായിരിക്കുന്ന ഗുണം അത് നമ്മളെ ഒരു ദോഷത്തെയും ബാധിക്കില്ലെന്ന് മാത്രമല്ല, അനന്തമായിട്ടുള്ള ഗുണം നമുക്ക് സിദ്ധിക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മുടെ ശിവഭാവത്തെ കൈവിടരുത്. ഞാൻ ശിവനാണ്, ശിവോഹം. കാരണം ഞാൻ ശക്തിയിലൂടെ ചെന്നെത്തുന്നത് ശിവനിലാണ്. ശിവൻ എന്നിലുണ്ട്, ശക്തി എന്നിലുണ്ട്. എന്റെ ട്രാൻസ്ഫർമേഷൻ ദേവിയിൽ നിന്ന് ശിവനിലോട്ടാണ്. ആ ഒരു ശിവോഹം എന്നുള്ള ഭാവം സദാ മനസ്സിൽ സൂക്ഷിക്കണം. ആ ഒരു എന്താ പറയാ ഉപാസന പുഷ്ടിക്കായിട്ട് പൂജ, ഹോമം, ക്രിയകൾ അനുഷ്ഠിക്കാനാണ് ഒരു പരമ്പര പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം അനുഷ്ഠിച്ച് ആ നിർദ്ദേശങ്ങളെല്ലാം ചെയ്ത് അത്യധികം നമ്മുടെ ഉപാസനയിൽ പുരോഗതി നേടണം. അപ്പോ ഈ പുരോഗതി നേടിക്കഴിഞ്ഞ ഉത്തമ അധികാരിക്കാണ് ശിവോഹം ശിവോഹം എന്ന മനനം ചെയ്യാൻ പറ്റുക. അഹം ശിവഹ, അതാണ് ശിവോഹം. അപ്പൊ താൻ ശിവനായി കഴിഞ്ഞു എന്നുള്ള ഭാവം നമുക്ക് എപ്പോഴും ഉത്തമോത്തമമായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ല ഞാൻ അധമനാണ്, വെറും ഒരു മനുഷ്യനാണ്, ഞാൻ ലിമിറ്റഡ് ആണ്, ഞാൻ ലിമിറ്റഡ് ബീയിങ് ആണ്, ഞാൻ പശുഭാവത്തിൽ ഇരുന്നാല് ഒരിക്കലും നമുക്ക് മോചനമില്ല. കാരണം ഈ ശിവോഹം തന്നെ ഒരു ഊർജമുള്ള മന്ത്രമാണ്. കാരണം ഞാൻ ശിവനാണ്, ഈ പ്രപഞ്ചമാണ്, ഇതിനപ്പുറം എനിക്ക് എന്താ വേണ്ടേ? ഭവാനി ഏവാഹമസ്മി, ഞാൻ ഭവാനിയാണ്, ഞാൻ ഭവനാണ്. ഇങ്ങനെ നമ്മൾ ഭാവിക്കുക, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവത്വത്തെ അറിയുക. അപ്പൊ ഈ മനസ്സിനെ എപ്പോഴും നമ്മൾ ശിവഭാവനയിൽ ഉറപ്പിച്ച് അതിനെയാണ് നമ്മൾ നിർഗുണ ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉത്തമ അധികാരികൾക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാത്തവർക്കെല്ലാം ഭയമാണ്. അപ്പൊ ഈ നിർഗുണ ഉപാസന എന്ന് പറയുന്നത് സഗുണ ഉപാസനയിൽ നിന്ന് ബാഹ്യത്തിൽ നിന്ന് അന്തരത്തിലോട്ട് വരുമ്പോഴാണ്.
അപ്പൊ ഈ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം ഇങ്ങനെയുള്ള ഈ എന്താ പറയാ ലോകത്തിലുള്ള 6 കാര്യങ്ങൾ നമ്മൾ വർജിക്കണം. കാമം എന്നാല് ഇത് എനിക്ക് കിട്ടണം, ഇത് എനിക്ക് തന്നെ വേണം, അതിനായിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, ഈ പറഞ്ഞ അന്യ സ്ത്രീകള്, അന്യ പുരുഷന്മാരോട് തോന്നുന്ന വികാരങ്ങൾ, ഇതിനെ നമ്മൾ കാമം. 2 രീതിയിലുണ്ട്, വസ്തുക്കളോട് അല്ലാതെ വ്യക്തികളോട്. ഇങ്ങനെയുള്ള കാമങ്ങൾ കുറയ്ക്കുക. 2 ക്രോധം, എന്താണ് ഇച്ഛിച്ചത് ലഭിക്കാതെ വന്നാലുള്ള ആഗ്രഹഭംഗം, അതുകൊണ്ട് ഉണ്ടാകുന്ന ദേഷ്യം, അന്യരോട് തന്നോട് എല്ലാരോടും വിദ്വേഷം, അതിനെയാണ് നമ്മൾ ദ്വേഷം എന്ന് പറയുന്നത്. ലോഭം, എന്താ ലോഭം? ധനത്തിന് തോന്നുന്ന അമിതമായിട്ടുള്ള ആഗ്രഹം, വേണ്ട കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാതെ, ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്റെ പണമെല്ലാം തന്നെ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് അതിലിങ്ങനെ അഹങ്കാരത്തോടു കൂടി എനിക്ക് ഇത്രയും ഉണ്ട് എന്നുള്ള ഒരു എന്താ അത് കിട്ടും, അത് അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു സമാധാനം. പക്ഷെ അതല്ല സമാധാനം, അത് നമ്മൾ എല്ലാവർക്കും ആവശ്യത്തിന് വെച്ചുകൊണ്ട് ആവശ്യമേ കുറച്ച് ചെലവഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ ഈ ലോഭം എന്ന് പറയുന്നത് ഈ കാമവും ക്രോധവും പോലെ തന്നെ വളരെ എന്താ പറയാ അധമമായിട്ടുള്ള ഒരു വികാരമാണ്. അടുത്തത് മോഹം. മോഹം എന്ന് പറഞ്ഞാൽ കാര്യകാര്യ വിചാരണം, ഒരു വസ്തുവില് ന്യായരഹിതമായിട്ട് ജനിക്കുന്ന ആഗ്രഹം, എന്റേതല്ല വേറൊരാളുടേതാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് അറിഞ്ഞിട്ടും കൂടി ആ വസ്തു വേണം 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 എന്നുള്ള ഒരു മോഹം, അതിനെയാണ് മോഹം. മതം, ഗർവം, അതാണ് ഏറ്റവും വലിയ ഇന്ന് ഈവൻ നമ്മുടെ ഉപാസകരുടെ ഇടയിൽ പോലും ഉള്ളതാണ് ഈ മതം. കാരണം ഞാൻ ധനവാനാണ്, വലിയവനാണ്, പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഇങ്ങനെയുള്ള കുറെ വികാരങ്ങള്. വിവരമില്ലായ്മ, ഇത് ശരിക്കും പറഞ്ഞാൽ വിവരമില്ലായ്മയാണ്. ഇത് അറിഞ്ഞവൻ എത്രത്തോളം ഗഹനമായിട്ട് പോകുന്നു അത്രത്തോളം അവൻ മൗനിയായിട്ട് തീരും, അവനൊന്നും പറയാനില്ല. അനേക ജന്മം കൊണ്ട് മാത്രമേ ദേവിയുടെ ഒരു പൊടി, ഒരു ധൂളി അറിയാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? ആ മനനം ചെയ്യാനുള്ള ശക്തി വേണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് ആരാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. ഞാൻ ഒന്നുമല്ല ഭഗവാനെ, അമ്മയുടെ ആ പരാശക്തിയുടെ അനുഗ്രഹം ഒന്ന് മാത്രം. ഞാൻ എത്ര പഠിച്ചാലും അത് ഒന്നുമല്ല. കാരണം ഇനിയും എത്രയോ പഠിക്കാനിരിക്കുന്നു. അത് എൻ്റെ എത്ര ജന്മങ്ങൾ കൊണ്ട് പറ്റും? ഒരു ജന്മം കൊണ്ടുപോലും അമ്മയുടെ പാദധൂളി പോലും അറിയാൻ എനിക്ക് പറ്റില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപാസകന് വേണ്ടത്. കാരണം അമ്മയെ അറിയാൻ പറ്റില്ല, അത് സത്യമാണ്. അപ്പൊ നമ്മൾ നിസാരമായിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളില് അതില് മതമോ അതിലുള്ള ഒരു അഹങ്കാരമോ ഗർവമോ ബാക്കിയുള്ളവരെ കമ്പാരിസണോ, ഞാൻ വലുത് നീ വലുത്, ഞാൻ ഒരുപാട് പഠിച്ചു, ഞാൻ ഒരുപാട് മുമ്പിൽ പോയി, ഇതിലൊന്നും അർത്ഥമില്ല. അപ്പൊ ഇത് നമുക്ക് ഇത് വിവരമില്ലായ്മ എന്നാണ് പറയുന്നത്, അത് പാടില്ല. പിന്നെ മാത്സര്യം, അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന ധനവാനോടോ പണ്ഡിതന്മാരോടോ മഹാനായിട്ടുള്ള മനുഷ്യനോടോ ഒപ്പം എത്താത്തതില് അതിമോഹം കൊണ്ട് സംജാതമാകുന്നതാണ് ഈ മാത്സര്യം. എപ്പോഴും ഒരു മത്സര സ്വഭാവം, അത് സാധനയെ ഒരുപാട് ബാധിക്കും. ഒരിക്കലും സാധനയിൽ ഈ മാത്സര്യം പാടില്ല. പിന്നെ അവിഹിത ഹിംസ എന്ന് പറയും, തന്റെ ശത്രുക്കളോടും താൻ വെറുക്കുന്നവരെയും കാട്ടുന്ന വിദ്വേഷത്തിൽ നിന്ന് അവരെ പറ്റി വെറുതെ പരഞ്ഞു പരുത്തുന്ന പരദൂഷണ നുണക്കഥകള്, ദോഷ ആരോപണങ്ങള്, സ്വഭാവഹത്യ. ഏറ്റവും വലിയ എന്താ ഒരു ഉപാസകര് തന്നെ ഇതിനകത്ത് നമുക്കറിയാം, പലരും ഒരു ഉപാസന വിടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവർക്ക് നഷ്ടം, അവരുടെ കർമ്മങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഗുരുപരമ്പരയെ കുറ്റം പറയുക, തൻ്റേതല്ലാത്ത കാരണമാണെന്ന് പറയുക. ആർക്കും ഒരു കാര്യവും കാരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെയാണ് നമ്മൾ അവിഹിത ഹിംസ എന്ന് പറയുന്നത്. അടുത്തത് പരദ്രവ്യ ഹരണം, അതിനെ മോഷണം എന്ന് പറയും. അന്യന്റെ വസ്തുക്കൾ അന്യായമായിട്ട് കൈക്കലാക്കുക. അപ്പൊ ലോക വിദ്വിഷ്ടം, അതാണ് ഏറ്റവും അവസാനത്തേത്. മാതാവാണെന്ന ഭാവത്തിലായിരുന്നാല് പോലും ഏകാന്തതയില് നമ്മള് ഒരു പുരുഷൻ സ്ത്രീയോടോ സ്ത്രീ പുരുഷനോടോ ഏകാന്തതയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ പാടില്ല. അന്യ സ്ത്രീകളുമായിട്ട് സ്വൈര്യസല്ലാപം നടത്താൻ പാടില്ല. ഉപാസകനായിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഉപാസകയും ഉപാസകനും, ഉപാസക അന്യപുരുഷന്മാരുമായിട്ട് ഏകാന്തത്തിൽ തനിച്ചിരുന്ന് അനേക സമയം സംസാരിക്കാൻ പാടില്ല. പുത്രനാണെങ്കിലും സഹോദരനാണെങ്കിൽ പോലും എന്നാ പറയുന്നത്. ഉപാസനയിൽ അത്രയ്ക്കും തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. മാതാവിന് പുത്രനോട് സംസാരിക്കാം, അല്ലാത്തവരോട് ഏകാന്തതയിൽ ഒരുപാട് കാരണം കലികാലമാണ്. കലി എന്ന് പറയുന്നത് ആരുടെ മനസ്സിനെ വേണമെങ്കിലും ബാധിക്കാം. അപ്പൊ ഉപാസക ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും അന്യപുരുഷന്മാരുമായിട്ട്, സ്വന്തം ഭർത്താവല്ലാതെ അന്യപുരുഷന്മാരുമായിട്ട് ഒരുപാട് സമയം വർത്തമാനം പറയാൻ പാടില്ല. ഉപാസകൻ അന്യ സ്ത്രീകള്, അന്യ പുരുഷന്മാര് സ്വന്തം അമ്മയും സഹോദരിയും ഭാര്യയും അല്ലാത്തവരോട് ഏകാന്തത്തിലിരുന്ന് ഒരുപാട് സമയം സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ ഉപാസനയിൽ വളരെ എന്താ പറയാ പല ദോഷങ്ങളും വന്നു ചേരും. ഉത്തമനായ ഉപാസകന് പോലും പല ദോഷങ്ങളും ഇതിൽ നിന്ന് വന്നു ചേരും എന്നാ പറയണത്. ഇതിൽ നിന്ന് നമുക്ക് മുക്തനാകണം.
അപ്പൊ ഈ അന്യ സ്ത്രീകളും പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്മണ രേഖ ഉണ്ടാക്കിക്കൊള്ളണം. കാരണം എല്ലാം ഒരു തലത്തിലപ്പുറം വർജ്യമാണ്. കാരണം ലോകം ഇന്ന് അങ്ങനെയാണ്. എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. ചിലപ്പോൾ അവരൊന്നും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ ഈ ഒരു സൊസൈറ്റി കൽപ്പിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഉപാസനയ്ക്ക് അത് വളരെ തടസ്സമാണ്. അപ്പോൾ ഒരു ഗുരുവിനെ മാത്രമേ സ്വഗുരുവായിട്ട് വരിക്കാൻ പാടുള്ളൂ. ഏത് സമ്പ്രദായത്തിലായാലും ഒരു ഗുരുവിനെ മാത്രമേ വരിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ സംശയരഹിതമായിട്ട് ഉപാസനകൾ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സമ്പ്രദായത്തിൽ തന്നെ അന്യ ഗുരുവിനെ പ്രാപിച്ചാൽ ചിലപ്പോൾ സമ്പ്രദായ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയായാലും ഉപാസന ക്രമങ്ങളിൽ നേരത്തെ ഉപദേശിച്ചിരുന്ന ക്രമങ്ങളിൽ സംശയം ഉണ്ടാകും. ഉപാസനയിൽ ഒരിക്കലും സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത് മന്ത്രസിദ്ധിയെ വലുതായിട്ട് ബാധിക്കും. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ട് ഏക ഗുരു ഉപാസ്തി, അതാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. എന്നാൽ തുടർന്ന് വിദ്യ ആർജിക്കണം എന്നുണ്ടെങ്കിൽ അതാകാം. പക്ഷെ അതിന് സ്വഗുരുവിന്റെ അനുവാദവും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. അപ്പോ ഈ പറഞ്ഞ തേനീച്ച മധു ശേഖരിക്കാനായിട്ട് പുഷ്പങ്ങൾ തോറും മാറി മാറി പറന്നെത്തും പോലെ ജ്ഞാനലബ്ധിക്കായിട്ട് ഉത്തമ ശിഷ്യൻ എന്ത് ചെയ്യണം? ഗുരുവിൽ നിന്ന് ഒരു പൂർണ്ണ ഗുരുദീക്ഷ കിട്ടിയതിന് ശേഷം അന്യ ഗുരുക്കന്മാരിൽ നിന്ന് ആ താന്ത്രിക ജ്ഞാനങ്ങളെ നേരിട്ട് വാങ്ങിക്കാൻ തേടിപ്പോകാം. അത് അനുവദനീയമാണ്. കാരണം പൂർണ്ണ ദീക്ഷയ്ക്ക് ശേഷം മാത്രം. അപ്പോഴേ നമ്മുടെ ജ്ഞാനം ഉറയ്ക്കുള്ളൂ. എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ നിരാകരിക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ബേസിക്കലി ഒരു ക്വാളിഫിക്കേഷൻ നമ്മുടെ പരമ്പര തന്നതിന് ശേഷം അന്യ ഗുരുക്കന്മാരെ എല്ലാം തന്നെ തൻ്റെ ജ്ഞാനത്തിന്, ആ ഒരു ജ്ഞാനത്തിന്റെ പരിധിയെ വികസിപ്പിക്കാൻ വേണ്ടി ഏത് ഗുരുവിൽ നിന്നും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ശരിക്കും ആത്മജ്ഞാനം. അവിടെ നിന്ന് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാമോ അവിടെ നിന്നെല്ലാം അറിവ് സ്വീകരിച്ചോളണം. തേനീച്ച ഒരു പൂവിൽ നിന്നല്ല സ്വീകരിക്കുന്നത്, അനേകം പൂവിൽ നിന്ന്. പക്ഷെ എല്ലാ തേനും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു രുചി വ്യത്യാസമില്ല. അതുപോലെ ഒരേ വസ്തുവിന്റെ, ഒരേ പരാശക്തിയുടെ ജ്ഞാനം പല വഴികളിലൂടെ കിട്ടുമ്പോൾ അത് പൂർണ്ണ ജ്ഞാനമായിട്ട് അതിനെ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കും. അപ്പൊ സ്വഗുരുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യാൻ പാടില്ല. അതെല്ലാം തന്നെ പിന്തുടർന്നുകൊണ്ട് അന്യ ഗുരുക്കന്മാരുടെ പല പല അറിവുകൾ നമുക്ക് നേടാം. കാരണം അത് ഉത്തമ ശിഷ്യൻ ആ ഒരു പൂർണ്ണ ദീക്ഷ കൊടുത്തു കഴിയുമ്പോൾ അവനെ സ്വതന്ത്രനാക്കും. അപ്പൊ കുലസമ്പ്രദായത്തിലെ കർശനമായിട്ടുള്ള ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണ ദീക്ഷ, അതായത് പൂർണ്ണാഭിഷേക ദീക്ഷ ലഭിച്ചതായിട്ടുള്ള ശിഷ്യൻ അന്യ ഗുരുവിനെ വരിക്കാൻ പാടില്ല. അന്യ ഗുരുവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാം. സോ ഗുരു തന്നെയായിരിക്കും. നമ്മുടെ പരമ്പരയും ഗുരുവിനെയും ഒരിക്കലും പരമ്പര വിടുന്നില്ല. പക്ഷെ അറിവെന്ന് പറയുന്നത് തേൻ പോലെയാണ്. ഒരു പരാശക്തിയെ കുറിച്ചുള്ള അറിവുകൾ എന്ന് പറയുന്നത് അത് തേൻ തുള്ളികളാണ്. അത് കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു വിജ്ഞാന കേന്ദ്രം വികസിക്കുകയും ദേവിയെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോ പൂർണ്ണമായിട്ടുള്ള ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് അന്യ ഗുരുക്കന്മാര് നൽകുന്ന ജ്ഞാനത്തെ സ്വീകരിക്കാം. അപ്പൊ ഈ ഒരു ഏക ഗുരു എന്ന് പറയുന്നത് എന്താ? അത് ശാസ്ത്രവാക്യമാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാല് ആ സമ്പ്രദായം, വിശ്വാസം സർവസിദ്ധിപ്രദം. ഒരു ഗുരുവിനെ ആശ്രയിച്ച് ഒരു പരമ്പരയിലൂടെ അവസാനത്തിൽ എത്തിച്ചേരുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് ദേവതയെ ലഭ്യമാവും, മന്ത്രദേവതയെ നമുക്ക് കിട്ടുമെന്നർത്ഥം. അപ്പോ ഈ ഒരു ഇച്ഛയാണ് പരിഗ്രഹത്തിന് കാരണമെന്ന് പറയുന്നത്. മനസ്സാണ്, ഈ മമതയാണ് മനസ്സിനെ കലുഷമാക്കുന്നത്. ജഡമായിരിക്കുന്ന വസ്തുക്കളോടും നശിക്കുന്ന ശരീരത്തോടും തോന്നാവുന്ന മമതയെ ഉപേക്ഷിച്ച് അതിന് പകരമായിട്ട് തൻ്റെ മന്ത്രദേവതയോടും സ്വഗുരുവിനോടും മമത ഉറപ്പിക്കണം. ഫലം ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യരുത്. സർവത്ര നിഷ്പക്ഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ കർമ്മത്തിന് അടിസ്ഥാനം എന്താ? ആ ഒരു നിഷ്പരിഗ്രഹതയാണ്. അതായത് കാമ്യകർമ്മങ്ങളെല്ലാം കുറെ ഉപേക്ഷിക്കണം. അതായത് കർമ്മബന്ധങ്ങൾക്ക് നമ്മൾ അടിമയാകരുത്. ഉത്തമ ഉപാസകൻ എന്ന് പറയുമ്പോൾ കാമ്യകർമ്മങ്ങളെ കർത്തവ്യമായിട്ട് എടുക്കരുത്. കഴിയുന്നതും എന്ത് ചെയ്യണം? നിഷ്കാമ്യ കർമ്മങ്ങൾ ചെയ്യുക. ഏത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും തൻ്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് ജപിക്കുക. അപ്രകാരം കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഫലം ഉപാസകനെ ബന്ധിക്കുന്നുമില്ല. അപ്പൊ സ്വധർമ്മങ്ങള്, അതായത് നമ്മള് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ യോഗസ്ഥ കുരു കർമാണി സംഘം ത്വത്വാ ധനഞ്ജയ. ഭഗവത്ഗീത പറയണം, നിന്റെ കർമ്മം ചെയ്യാതിരിക്കലല്ല, സ്വധർമ്മം അനുഷ്ഠിക്കൂ. പക്ഷെ എന്ത് ചെയ്യണം? ആ ഒരു
നിന്റെ ആ സംഘം തെക്തുവ, നിന്റെ എന്തിനോടുള്ള അറ്റാച്ച്മെന്റിനെ നീ വിട്ടിട്ട് എന്ത് ചെയ്യണം? ഫലേച്ഛ കൂടാതെ നമ്മുടെ ഒരേ ഒരു ഇച്ഛ എന്തായിരിക്കണം? മോക്ഷം, മോക്ഷേച്ഛ. അത് മാത്രമായിരിക്കണം ഒരു ഉപാസകന്റെ അവസാനം നമ്മൾ ചെയ്യേണ്ടത്. കാമ്യകർമ്മങ്ങൾ, അതായത് കാമരഹിതമായിട്ട് കർമാനുഷ്ഠാനങ്ങൾ ചെയ്യണം. അപ്പൊ ജനങ്ങള് 4 തരക്കാരാണ് ഭഗവാനെ ഭജിക്കുന്നത്. ആർത്തന്മാര്, ഭഗവാനെ അറിയാൻ താല്പര്യമുള്ളവര്, ഐഹികമായിട്ടുള്ള സുഖലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. ഇവരെല്ലാം 3ഉം കാമാസക്തരാണ്, അല്ലെ? കാമഭക്തരാണ്. ഈ 3 കൂട്ടരും ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ നിഷ്കാമ ഭക്തിയാകട്ടെ യാതൊരു ആഗ്രഹങ്ങളും കൂടാതെ ഭഗവാനെ സ്വഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നിരന്തരം ആ ഒരു അവ്യാജമായിരിക്കുന്ന, അപ്രാപ്യമായിരിക്കുന്ന ആ ഒരു അനുഭൂതിയിൽ നമ്മൾ ആനന്ദത്തിൽ മുഴുകി കഴിയുന്ന ത്യാഗികൾ. അതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനം എപ്പോഴാണോ ജ്ഞാനം കിട്ടുന്നത്, അപ്പോഴാണ് ഈ പ്രപഞ്ച വസ്തുക്കളുടെ മൂല്യം എന്താണെന്ന് അറിയുന്നത്. വെറും നമ്മൾ അമൂല്യം എന്ന് കരുതിയതൊക്കെ വെറും മൂല്യമില്ലാത്തതാണെന്ന് മനസ്സിലായിട്ട് അവർക്ക് പിന്നെ കർമ്മം ശേഷിക്കുന്നില്ല. പ്രപഞ്ചത്തിൽ ഒന്നും വേണ്ടെങ്കിൽ പിന്നെ എന്താ കർമ്മം? തന്റെ കുട്ടികൾക്ക്, തനിക്ക് പ്രത്യേകിച്ച് എല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് അവർ നേടേണ്ടതാണ്, നമ്മൾ നേടിക്കൊടുക്കേണ്ടതല്ല. അവര് 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ കർമ്മങ്ങൾക്ക് അവര് വിധേയരാണ്. അവിടെ അമ്മയ്ക്കോ അച്ഛനോ റൂളില്ല. പിന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കി വിടുകയാണ്. അവരവരുടെ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യാതെ അവർ പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല. കാമ്യകർമ്മങ്ങൾക്ക്, അതായത് കർമ്മം അവശേഷിപ്പിക്കൽ. എത്ര കർമ്മങ്ങൾ ചെയ്യണോ അത്രത്തോളം കർമ്മത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം ഏത് കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഫലത്തിലുള്ള സുഖവും ദുഃഖവും രണ്ടും വന്നു ചേരും. അപ്പൊ നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ലെങ്കിലോ, അപ്പൊ അതില് ആ വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളെ അത് ബാധിക്കുന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞ ജ്ഞാനിയുടെ ലക്ഷണം. ഒരു നല്ല ഉപാസകൻ അവസാന കാലമെങ്കിലും ഈ പറഞ്ഞ കർമ്മബന്ധങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ജപിക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല. എന്തിന്? എൻ്റെ ആത്മാവിന് വേണ്ടി. എൻ്റെ ആത്മാവാണ് ഈ മന്ത്രം, എൻ്റെ ആത്മദേവതയാണ്. ആ ഒരു ഭാവത്തോടു കൂടി ഭജിക്കുന്നവർക്ക് മാത്രമേ ഭഗവത് പ്രാപ്തി എന്ന് പറയുന്ന മുക്തി കിട്ടുകയുള്ളൂ. അപ്പൊ നിത്യകർമ്മം ലോപം കൂടാതെ അനുഷ്ഠിക്കണം. ഗുരു ഉപദിഷ്ടമായിട്ടുള്ള നിർദ്ദേശിക്കപ്പെട്ടതെല്ലാം ചെയ്യണം. നിത്യം ശിഷ്യർ എന്ത് ചെയ്യണം? ആവശ്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ നിത്യകർമ്മം എന്ന് പറയണു. അപ്പൊ നിത്യ നൈമിത്തിക കർമ്മങ്ങളുണ്ട്. നിത്യ കർമാനുഷ്ഠാനങ്ങൾ ശരീരശുദ്ധിക്ക് വേണം, മനഃശുദ്ധിക്ക് വേണം, ദേവതാ സന്തുഷ്ടി, മന്ത്രസിദ്ധി, ഇതെല്ലാത്തിനും നമ്മൾ നിത്യം എന്നും രാവിലെ കുളിക്കുക, നമ്മൾ വിളക്ക് കത്തിക്കുക, ദീപം തെളിയിക്കുക, മന്ത്രസാധന ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഒരു സാധകന്റെ നിത്യകർമ്മങ്ങളാണ്. പിന്നെ പുരസ്ചരണം ചെയ്യുക, മന്ത്രത്തെ പുരസ്ചരണം ചെയ്യുക. നിത്യ കർമാനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം അപ്പോ ഈ പറഞ്ഞ ദേവോ ഭൂത്വ ദേവം യജേൽ എന്നാണ്. അതായത് ഏത് കർമാനുഷ്ഠാനങ്ങൾ വഴിയാണോ ദേവതയെ, ആ ഒരു ദേവത്വം നമ്മൾ പ്രാപിക്കേണ്ടത്, അതിന് ലോപം വന്നാൽ ദേവത, ശാപം, നരകം, ഇവയാണ് ഫലം. അതുകൊണ്ട് നമ്മൾ ദേവതയെ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഉപാസ്യ ദേവതയെ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ സാധകൻ നിത്യകർമ്മ സാധനം ചെയ്യണം എന്നർത്ഥം. അതായത് എന്നും വേണ്ട കർമ്മങ്ങൾ. പിന്നെ പഞ്ചമകാരങ്ങൾ എന്ന് പറയുന്ന യാതൊരു കാരണവശാലും ലഭ്യമല്ലാതെ വന്നാല് അതിന് സാധനം മുടക്കുക. പഞ്ചമകാരങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തന്ത്രശാസ്ത്രത്തിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ശ്രീ പരമേശ്വരന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നാണ് പഞ്ച ആംനായങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം പൂർവം, പശ്ചിമം, ദക്ഷിണം, ഉത്തരം, ഊർധ്വം എന്നീ പഞ്ചമുഖങ്ങളിൽ നിന്ന് പഞ്ച ആംനായങ്ങള് നമ്മളെ ശിവന്റെ ഇതിൽ കണ്ടു. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, സന്ധ്യോജാതൻ, വാമദേവൻ. ശിവന്റെ 5 മുഖങ്ങളാണ്. ഇതിൽ ഊർധ്വാംനായമാണ് യോഗിനി വക്രം എന്ന് പറയുന്നത്. ഇതിൽ ഊർധ്വമുഖത്തിൽ നിന്ന് നിർഗളിച്ചതാണ് കുലശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള പഞ്ചമകാരങ്ങൾ. അപ്പൊ സർവ്വലോകത്തിലും ഈ പരമേശ്വരൻ എങ്ങനെയാണോ ആദരിച്ച് പൂജിക്കപ്പെടുന്നത്, അതേ ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ഊർധ്വാംനായം. ഈ ഊർധ്വാംനായം എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടിരിക്കുന്നതാണ്. അനുത്തരാംനായമാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അപ്പൊ കുലശാസ്ത്രജ്ഞാനിയായിട്ടുള്ള ഉത്തമ കൗളൻ എന്ന് പറയുന്നത് യോഗി, ജീവിതത്തിൽ ആത്മസംതൃപ്തി നേടിയവനും പുണ്യാത്മാവും സർവജ്ഞനും ജീവൻ മുക്തനുമായിട്ട് ഭവിക്കും. കാരണം ഈ കൗളമാർഗം എന്ന് പറയുന്ന ഈ കുലജ്ഞാനം, ഈ ശ്രീവിദ്യാ മാർഗം ഏറ്റവും ഉയർന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചഭൂതങ്ങളിൽ എവിടെ വെച്ച് മരിച്ചാലും അവന് സദ്യോജാത മുക്തിയാണ്, അവന് ഉടനെ കിട്ടും മുക്തി. അത്ര ഉയർന്ന സാധനയാണ് ഈ കുള സാധന എന്ന് പറയുന്നത്. അവനവന്റെ ഉള്ളിൽ ഈശ്വരനെ കാണുന്നത്.
അപ്പൊ ഈ ഊർധ്വാംനായം എന്ന് പറയുന്ന ഒരു തത്വം അവശേഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാല് അവിടെ തത്വങ്ങളൊന്നുമില്ല. അവിടെ വളരെ രഹസ്യമായിരിക്കുന്ന ചില കോഡ് വേർഡ്സ് മാത്രമേ ഉള്ളൂ. അത് അവസാനം പൂർണ്ണദീക്ഷ മന്ത്രത്തിന് ശേഷം കൊടുക്കുന്നതാണ്. ഈ ഊർധ്വാംനായത്തില് വേറെ ഈ 5 ആംനായങ്ങളിലുള്ള യാതൊന്നും തത്വമോ തത്വശോധനമോ മന്ത്രമോ ഒന്നുമില്ല. അപ്പൊ പൂർണ്ണ മുക്തിദായകമാണ് ഇവിടെ ഈ ഒരു ഊർധ്വം. അപ്പൊ പൂർവാംനായം സൃഷ്ടിയാണ്, ദക്ഷിണാംനായം സ്ഥിതിയാണ്, പശ്ചിമാംനായം കർമ്മയോഗമാണ്, ഉത്തരാംനായം ജ്ഞാനയോഗമാണ്. ഊർധ്വാംനായം തികച്ചും ജീവൻ മുക്തി പരമാണ്. അതുകൊണ്ട് ഊർധ്വാംനായത്തിൽ യാതൊരു വിധത്തിലുള്ള കർമ്മബന്ധവുമില്ല. അപ്പൊ നമ്മള് ഈ 4 ആംനായങ്ങളില്, അതുകൊണ്ടാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഈ 3 യോഗങ്ങൾ നേടി ഈ 4ാമത്തെ ആംനായം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അനുത്തരാംനായത്തിൽ പോകണം. അതാണ് ശ്രീവിദ്യ ഉപാസന. അവിടെ നിന്ന് നമുക്ക് ആത്മശാന്തി, ആ ഒരു ആത്മാവിനെ അറിഞ്ഞ് എന്താണ് ആത്മാവ് അത് പൂർണ്ണമായതിനു ശേഷം മാത്രമേ ഈ 5 സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ആ ഊർധ്വാംനായത്തിലിരിക്കുന്ന മന്ത്രം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ മന്ത്രമൊന്നും ഇല്ല. അത് വെറും ഒരു ഗുരു അനുഗ്രഹമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം ഊർധ്വാംനായത്തിൽപ്പെട്ട കുലധർമ്മം പഞ്ചമകാര അധിഷ്ഠിതമാണ്. അപ്പൊ മത്സ്യം, മാംസം, മദ്യം, മുദ്ര, മൈഥുനം എന്നിവയാണ് പഞ്ചമകാരങ്ങള്. മഹാഭൈരവൻ, ആ മഹാഭൈരവനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കുലദർശനമാണിത്. ഒരു സാധകൻ ഏതെല്ലാം കാരണങ്ങളാൽ അധപ്പതിക്കുന്നുവോ അതേ ദ്രവ്യ ഗുണങ്ങൾ തന്നെ കുലദർശനത്തിൽ സാധകന്റെ സിദ്ധിക്കും മുക്തിക്കും കാരണമായിട്ട് തീരും. ഈ പഞ്ചമകാരങ്ങള് വെളിയിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതുപോലെയല്ല ഒരു കൗളൻ. അപ്പൊ ഏത് സാധകനാണോ ഭക്തിപൂർവ്വം ഗുരുവിനും ദേവതയ്ക്കും ഭക്തിപൂർവ്വം അർപ്പിച്ച ശേഷം സേവിക്കുന്നത്, ആ ഉപാസകന് പിന്നീട് ഒരിക്കലും മാതാവിന്റെ മുലപ്പാല് കുടിക്കേണ്ടി വരില്ല എന്നാണ്. അതായത് അവന് പുനർജന്മം ഉണ്ടാവില്ല എന്ന് നിശ്ചയം. അപ്പൊ എന്താണ്, നമ്മൾ ഏത് കാര്യം ദേവതയ്ക്ക് അർപ്പിക്കണോ അതിൽ നിന്ന് ഒരു പങ്ക് നമ്മുടെ സഹസ്രാരത്തിലിരിക്കുന്ന ഗുരുവിനും തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനും കൊടുക്കണം. അപ്പൊ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഗുരുവിന് കൊടുക്കണം, ആത്മാവിനും കൊടുക്കണം. ഒന്ന് ശിരസില്, ഒന്ന് നമ്മുടെ ചുണ്ടുകൾക്ക് മേളിലായിട്ട്. ആത്മനേ സ്വാഹ. ഇതുകൊണ്ടേ പൂർണ്ണമാവുള്ളൂ. അവർക്ക് മാത്രമേ പുനർജന്മം ഉണ്ടാകാതിരിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഈ കുലധർമ്മം അനുസരിക്കുന്ന ഈ കുലജ്ഞാനമില്ലാത്ത സാധാരണ മനുഷ്യർക്ക് പഞ്ചമകാരങ്ങൾ നിഷിദ്ധമാണ്. അത് അനുഷ്ഠിക്കുന്നവന് സമൂഹ പ്രഷർ. കാരണം പഞ്ചമകാരങ്ങളെ വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞ സമൂഹം കാണുന്നത്. അങ്ങനെ അല്ല. കുലശാസ്ത്രം എന്ന് പറയുന്നത് പഞ്ചമകാരങ്ങൾ ഏറ്റവും ഉയർന്നതാണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള പ്രയാണമാണ്. ആ പഞ്ചമകാരങ്ങൾ സ്ഥൂലമായിരിക്കുന്ന കുലചക്ര പൂജയിൽ അനുഷ്ഠിക്കേണ്ടവര് ഈ പക്വമതികളും ദൃഢചിത്തരും ഭക്തി മനസ്സിൽ ഉറച്ചവർക്ക് മാത്രമേ ശ്രീചക്ര പൂജയില് ഈ പറഞ്ഞ പഞ്ചമകാരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് കാണുന്ന പോലെ ഈ ചിലര് ശ്രീചക്ര പൂജയിൽ പറയുന്ന പോലെ മദ്യപാനമോ മത്സ്യമാംസ ഭക്ഷണമോ സ്ത്രീ സേവയോ ഒന്നുമല്ല. ഇത് ഉറച്ച സാധകൻ തൻ്റെ എന്താ പറയാ മനസ്സും പ്രവൃത്തിയും കർമ്മവും എല്ലാം ദേവി അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉറച്ച്, അതായത് പൂർണ്ണ ദീക്ഷ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ മഹാഷോഡശി തലം അതും കഴിഞ്ഞിട്ടുള്ള ആ ഒരു തലത്തിൽ നിൽക്കുന്നവന് മാത്രമേ പഞ്ചമകാര പൂജ ചെയ്യാൻ അർഹതയുള്ളൂ. പരമേശ്വരിയെ, അതായത് പരമേശ്വരിയെ ഉപാസിക്കുന്നതിന് ഇവയൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞ ഈ പഞ്ചമകാരങ്ങള് എന്തുകൊണ്ടാണ് നിർദ്ദേശിക്കപ്പെട്ടത് താന്ത്രിക വിധാനത്തില്? ഈ പറഞ്ഞ അനേകമായിട്ടുള്ള ഈ എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. യോഗ്യനായിരിക്കുന്ന ഉപാസകന് തൻ്റെ ഗുരുവിൽ നിന്ന് ശാസ്ത്രോക്തമായിട്ടുള്ള രീതിയിൽ ദീക്ഷ സ്വീകരിച്ച് നേടേണ്ട വിജ്ഞാനമാണ് ഈ പഞ്ചമകാരം. അത് സാധാരണക്കാർക്കോ ധനമോഹമുള്ളവർക്കോ അന്യരെ ദ്രോഹിക്കുന്നവർക്കോ അർഹതയില്ലാത്തവർക്കോ ഉദ്ദേശിച്ച് അവരുടെ കയ്യിൽ ചെന്ന് പെടരുത്. അതുകൊണ്ടാണ് ഇതിനെ വളരെ വളരെ ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ പഞ്ചമകാരങ്ങള് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ദൈവവിശ്വാസം ഇല്ലാത്തവർക്കോ ഗുരുഭക്തി ഇല്ലാത്തവർക്കോ ആത്മോന്നതി പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവർക്ക്, പ്രപഞ്ച സുഖങ്ങളിൽ മുഴുകി ശരീരസുഖം മാത്രം കാക്ഷിക്കുന്നവർക്ക് വിധിച്ചിട്ടുള്ളതല്ല. കാരണം പഞ്ചമകാരം എന്ന് പറയുന്നത് ദേവിയെ, പരാശക്തിയെ ഏറ്റവും ഉയർന്ന രീതിയിൽ പൂജിക്കുക. ഇത് എവിടെയാണ്? ഊർധ്വാംനായത്തിൽ പൂജിക്കുക, അതായത് പഞ്ചമുദ്രകൾ അനുഷ്ഠിക്കുക. ഇത് ശ്രീ പരമേശ്വരൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ കുലപൂജയില് ചക്രാരാധന അതീവ രഹസ്യമായിട്ട് നടത്തേണ്ടതാണ്. ഉപാസകൻ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തോ പരസ്യമായിട്ടോ ശ്രീചക്ര പൂജ പാടില്ല. അതിനാൽ രഹസ്യഭാവം വേണം. ആരാധന വൈശിഷ്ട്യം
അതുകൊണ്ട് വേറൊരാളെ എന്താ പറയാ ശ്രീചക്ര പൂജ തൊഴാൻ അന്യരെ വിളിച്ചിരുത്താൻ പാടില്ല. എല്ലാവരും ഈ മന്ത്രം അറിയുന്നവർ മാത്രമേ പാടുള്ളൂ. ദേവി ഉപാസകരെ മാത്രമേ പൂജയ്ക്ക് വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ പഞ്ചമകാരങ്ങളുടെ സ്ഥൂല രൂപത്തിലുള്ള ആരാധനാ സമ്പ്രദായം അത് സാധാരണ ആരും ചെയ്യാൻ പാടില്ല. കാരണം അത് പക്വതയില്ലാത്ത മനസ്സിന് ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആരാധനകൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോ നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം എന്താണ് ഈ പഞ്ചമകാരം. കാരണം പഞ്ചമകാരത്തിനെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിന്റെ ദോഷഫലങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ഇത് അറിയാതെ ചെയ്താൽ പോലും ഇത് ദോഷമാണ്. കാരണം ഇത് ഗുരുവിന്റെ അനുമതിയോടുകൂടി മാത്രമേ പഞ്ചമകാര പൂജ അനുഷ്ഠിക്കാവൂ. ഇപ്പൊ എന്താണ് പഞ്ചമകാരം? ശിവശക്തി ഐക്യം കൊണ്ട് സഹസ്രാര പത്മത്തിൽ നിന്ന് നിർഗളിക്കുന്ന സുധയാണ് മദ്യം. പഞ്ചമകാരങ്ങളിൽ ആദ്യത്തേത് മദ്യമാണ്. ആ മദ്യം എന്താണെന്ന് അറിയണം. ശിവശക്തി ഐക്യം ഉണ്ടാക്കണം. തന്റെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി സഹസ്രാരത്തിലിരിക്കുന്ന സദാശിവനുമായിട്ട് ഐക്യം പ്രാപിച്ച് അതിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു അംബ്രോസിയ, അതിൽ നിന്ന് ഒഴുകുന്ന മദ്യം, ആ സുര, അത് നമ്മുടെ 72,000 നാഡീ ഞരമ്പുകളെ പാനം ചെയ്ത് ആ കുണ്ടലിനി ശക്തി സുഖമായിട്ട് സുഷുപ്തി അവസ്ഥയിൽ നിന്ന് ഉണരുന്ന അവസ്ഥ. അതിനെയാണ് നമ്മൾ ആ മദ്യത്തെ, അതിനെയാണ് നമ്മൾ സുര. ആ പഞ്ചമകാരങ്ങളിൽ ആദ്യത്തെ മദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂലാധാരത്തിൽ ഉണർന്ന കുണ്ടലിനി ശക്തി, അതാണ് പീത്വ പീത്വ പുനഃപീത്വ, വീണ്ടും വീണ്ടും കുടിക്കണം കുടിക്കണം എന്നുള്ള ആഗ്രഹം. എന്താ ഈ ഒരു സുഖം? ഈ അമ്മയെ ശിവനുമായിട്ട് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ, ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക ഈ ഏകമായിരിക്കുന്ന പരബ്രഹ്മ തത്വത്തെ അറിഞ്ഞാൽ ഈ ദ്വൈതഭാവത്തിൽ നിന്ന് ക്ലേശങ്ങളെല്ലാം മുക്തിയായി ഏകമായിരിക്കുന്ന തന്റെ ആത്മസ്വരൂപത്തെ ദർശിക്കാൻ പറ്റും. അതാണ് എത്ര കുടിച്ചാലും മതിയാവില്ല, ആനന്ദം. അത് കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് നുകരുക. പുനർജന്മം ന വിന്ദതി പീത്വ പീത്വ പുനഃപീത്വ യാവത് ഭദതി ഭദതി ഭൂതലെ യാ ഉദ്ധാത് പുനഃപീത്വ. എത്ര ഭൂമിയിൽ വന്ന് വീണാലും കുടിച്ചു കഴിയുമ്പോ എന്താ? സഹസ്രാരത്തിൽ എത്തുന്ന കുണ്ടലിനി 2-3 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഇടാപിങ്കള നാടുകളിലൂടെ തന്റെ ആ ഒരു പൂർവ്വസ്ഥാനത്ത് തന്റെ മൂലാധാര ചക്രത്തിൽ വന്ന് വീണ്ടും ഉറങ്ങും. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ആണ്? ഒരു സാധകന് എത്രയായാലും മതിയാവാത്ത ആത്മദാഹം, അമ്മയെ അറിയാൻ, ആ ഭഗവതിയെ അറിയാൻ, ആ ആനന്ദത്തിൽ നിൽക്കാൻ, തന്റെ ശരീരബോധത്തിൽ നിന്ന് ഉയരാൻ. ഇതിനെയാണ് നമ്മൾ മദ്യം എന്ന് പറയുന്നത്. അല്ലാതെ കുപ്പികളിൽ അടച്ചു കിട്ടുന്ന നിറമുള്ള ദ്രാവകം അല്ല ഇത്. ഇതിന്റെ സുഖം അത് 1 മിനിറ്റോ 2 മിനിറ്റോ ആണെങ്കിലും ആ ജന്മം മുഴുവനും അവന് കിട്ടും. കാരണം അത് മാത്രമല്ല, പുനർജന്മം ന വിന്ദതി, ആ വ്യക്തിക്ക് പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. അവന് ദ്വൈതമില്ല, പ്രപഞ്ചബോധമില്ല, ശരീരബോധമില്ല. അവൻ ഒരിക്കലും വീണ്ടും ശരീരത്തിലേക്ക് വരില്ല. അതാണ് പഞ്ചമകാരം. അതാണ് ഏറ്റവും ഉയർന്ന സാധന എന്ന് പറയാൻ കാരണം. രണ്ടാമത്തത് എന്താ പറയാ? ആ ഒരു മാംസം. എന്താ മാംസഭക്ഷണം? ഈ പറഞ്ഞ ആടിനെയും പശുവിനെയൊക്കെ തിന്നുന്നതാണോ? അല്ല. പുണ്യങ്ങളാകുന്ന മൃഗം. നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ജീവിതം എന്ന് പറയുന്നത് രണ്ടുമുണ്ട്, ഇല്ലേ? ജീവിതത്തിൽ ഒരിക്കലും പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഒന്ന് പുണ്യം, ഒന്ന് പുണ്യമല്ല. ഇത് പുണ്യം, അത് പുണ്യമല്ല. ഇങ്ങനെ നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പ്രപഞ്ചം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭാരമാണ്. ഇതിനെയൊക്കെ നമ്മൾ അതിക്രമിക്കണം. കാരണം എല്ലാം ഈശ്വരനാണെന്ന് കണ്ടാൽ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മുടെ ഓം നമഃശിവായ വന്നിരിക്കുന്ന നമ്മൾ കണ്ടു രുദ്രം ചമകം. രുദ്രത്തില് ഭഗവാനെ എന്ത് കാണുന്നു? കള്ളനും കള്ളന്റെ തസ്കരാണാം പതയേ നമ. തസ്കരനും തസ്കരന്റെ പതിയായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. ആ ഒരു ഇന്ന് സസ്പിഞ്ചരായ നമ, ഒരു ചെറിയ മുള, ഒരു വൃക്ഷം, എല്ലാം ഭഗവാനാണ്. ചെളിവെള്ളം, തെളിഞ്ഞ വെള്ളം, എല്ലാത്തിലും ഈശ്വരനെ കാണാനായാൽ എപ്പോഴാണോ നമുക്ക് എല്ലാത്തിലും മത്ത പരതരം ന അന്യത്, എല്ലാം ഒന്നും അന്യമല്ല, എല്ലാം ഈശ്വരന്റെ തന്നെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡ്യൂവാലിറ്റി ഇല്ല. നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ രണ്ട് എന്നുള്ള ഭാവം കൊണ്ടാണ് നമ്മുടെ മനസ്സിന് ഈ പറയുന്ന രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ മത്ത പരതരം ന അന്യത്, ഒന്നും കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവം, ഞാനാണ് എല്ലാം, എന്നിലല്ലാതെ വേറെ ഒന്നുമില്ല. ഈ പ്രപഞ്ചം നിൽക്കുന്നത് എന്നിലാണ്. ഇത് ഈ പ്രോതം, ഈ ഓതപ്രോതമായിരിക്കുന്ന ഊടും പാവുമായിരിക്കുന്ന ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലിരിക്കുന്ന നാനാതരത്തിലിരിക്കുന്ന നാമരൂപങ്ങളും എന്നിലാണ് കോർത്തിരിക്കുന്നത്. ഞാനാണ് ഇതിന്റെ എല്ലാം ആ ഒരു അടിസ്ഥാന തത്വം എന്നറിഞ്ഞ ഒരു വ്യക്തിക്ക് പുണ്യങ്ങളില്ല, പുണ്യമില്ല, പാപമില്ല. അവൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വര പ്രേരിതമായിട്ട് മാത്രമായിരിക്കും. അപ്പൊ ഈ ഒരു മൃഗം, പുണ്യാപുണ്യങ്ങളാകുന്ന ഒരു മൃഗത്തെ കുലജ്ഞാനമാകുന്ന ഖഡ്ഗം,
ഈ ഒരു കുലജ്ഞാനം കൊണ്ട്, തന്റെ ആത്മവിദ്യ കൊണ്ട്, മഹാഷോഡശി വിദ്യ കൊണ്ട്, ഈ ഒരു ശരീരബോധത്തെ അതിക്രമിച്ച ഒരു ജ്ഞാനിക്ക് മാത്രമേ ഈ ഒരു അറിവ് കൊണ്ട്, അറിവാകുന്ന ഖഡ്ഗം കൊണ്ട്, അതാണ് ദേവിയുടെ കയ്യിലിരിക്കുന്ന വാള്, നന്ദകം വാള്, അതിനകത്തൊരു കണ്ണ് നമുക്ക് കാണാം. ആ കണ്ണ് എന്താണ്? ജ്ഞാനചക്ഷുസാണ്. മൂന്നാമത്തെ നേത്രം, അഗ്നി നേത്രമാണ് ദേവിയുടെ വാള്. എപ്പോഴാണോ മൂന്നാമത്തെ നേത്രമാകുന്ന അഗ്നി നേത്രം തുറക്കുന്നത്, അറിവ് നമുക്ക് കിട്ടുന്നത്, ഈ മാംസചക്ഷുസുകളെ കൊണ്ട് നാമരൂപങ്ങളെ കാണും, നശിച്ചു പോകുന്ന പ്രപഞ്ചത്തെ കാണും. പക്ഷെ അഗ്നി നേത്രം കൊണ്ട് അവിടെ എല്ലാം നമ്മൾ ദഹിപ്പിക്കുക, ചാരമാക്കുക. അഗ്നിയിൽ ദഹിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നാമരൂപങ്ങളും സ്വശരീരവും അവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ എന്താ അവശേഷിക്കണു? ഒരു പിടി ചാരം മാത്രം, ഇല്ലേ? എന്താണോ അവശേഷിക്കുന്ന പ്രമാതാപ, പ്രമേയം, എല്ലാം അവിടെ പോയി കഴിഞ്ഞ് പ്രമ മാത്രം അവശേഷിക്കുക, ഞാൻ എന്നുള്ള ബോധം മാത്രം. ഈ പുണ്യാപുണ്യങ്ങൾ എപ്പോഴും ഇല്ലാതാകുന്നു? നമ്മൾ ഈ ഒരു അറിവ് നേടുമ്പോൾ. നമുക്ക് അറിവ് കൊണ്ട് മാത്രം എന്ത് കാര്യവും നമുക്ക് കർമ്മം കൊണ്ട് നേടാൻ പറ്റില്ല, ജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ പറ്റുള്ളൂ. അപ്പൊ പുണ്യാപുണ്യങ്ങളാകുന്ന മൃഗത്തെ ഈ കുലജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ആ മാംസത്തെ ഭക്ഷിക്കണം നമ്മൾ, അതിനെ ഇല്ലാതാക്കണം. കാരണം ഈ മാംസമാണ് നമുക്ക് ഈ എല്ലാത്തിലുമുള്ള ഡ്യുവാലിറ്റി, ഞാന് നീ എന്നുള്ള ആ ഒരു വ്യക്തി ചിന്ത, ഞാന് അപരൻ, അന്യൻ, ഈ അന്യ ചിന്തയാണ് നമുക്ക് അതാണ് മാംസഭക്ഷണം. നമ്മൾ അതിലാണ് ദുഃഖം. ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു മനസ്സിനെ വിടുവിക്കുക. അവൻ സകല പാപങ്ങളെ നശിച്ച് ജീവൻ മുക്തനാണ്. ആ ജീവൻ മുക്തന്റെ ആ മന്ത്രം എന്താണ്? സോഹം ഹംസ. അതുകൊണ്ടാണ് ഗുരുമന്ത്രത്തിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് ഹംസ ശിവ സോഹം. ഇതായിരിക്കണം നിന്റെ അവസാനം നിനക്ക് കിട്ടേണ്ടതായിട്ടുള്ള എന്താ പറയാ ആ ഒരു ഏറ്റവും ഉയർന്ന ആ ഒരു പ്രാപ്തി, ഈശ്വര പ്രാപ്തി. അതാണ് പുണ്യാപുണ്യങ്ങളാകുന്ന മൃഗത്തെ കുലജ്ഞാനം കൊണ്ട്, തന്റെ അറിവാകുന്ന കുലത്തിൽ ഇരിക്കുന്ന ഈ കുലവും അകുലവും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു അക്ഷര ബ്രഹ്മം, നശ്വരമായിരിക്കുന്ന പ്രപഞ്ചത്തില് ആ ഒരു എന്താ പറയാ എപ്പോഴും സാക്ഷരതായിട്ടിരിക്കുന്ന, സാക്ഷരം എന്ന് വെച്ചാൽ എപ്പോഴും ജീവിക്കുന്ന അക്ഷരസ്വരൂപമായിരിക്കുന്ന ആ പരാശക്തിയെ നമ്മൾ അറിയുമ്പോൾ അവിടെ പിന്നെ പുണ്യാപുണ്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ അറിവ് കൊണ്ട് ഈ എന്താ പറയാ അജ്ഞാനത്തെ, ഈ മാംസത്തെ നമ്മൾ വെട്ടി ഇല്ലാതാക്കണം. ആ മാംസത്തെ ഭക്ഷിച്ചോളണം. കാരണം എന്താ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അനിഹിലേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക. അപ്പൊ നമുക്ക് നാമരൂപം ഈ കാണുന്നതെല്ലാം എന്താ പറയാ വന്നു പോകുന്നതാണ് എന്നുള്ള ഒരു ഉറപ്പ് ഒന്നേ ഉള്ളൂ ആ സത്യത്തിൽ. അപ്പൊ പിന്നെ നാമരൂപം ദ്വൈതമില്ല. അങ്ങനെ അദ്വയമായിരിക്കുന്ന തന്റെ ആ അന്തർയാമിയെ അറിയുന്ന വ്യക്തിയാണ് കുലജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ അവൻ ഈ ഒരു സാധനയിലൂടെ ഇതാ കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ പഞ്ചമകാരങ്ങളിലെ മാംസഭക്ഷണം എന്ന് പറയുന്ന ഇതാണ്. പുണ്യാപുണ്യങ്ങളാകുന്ന മൃഗത്തെ കുലജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഇല്ലാതാക്കി സകല പാപങ്ങളെ ഇല്ലാതാക്കുന്ന അവൻ ജീവൻ മുക്തനായിട്ട് തീരുന്നു. അവൻ സോഹ മന്ത്രത്തിന് അധികാരിയായിട്ട് തീരുന്നു. സോഹം ഹംസ, ഹംസ സോഹം, തത് ത്വം അസി, തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഈ മന്ത്രം, അതുകൊണ്ടാണ് അവൻ അവസാനമായിട്ട് ഈ മന്ത്രം കൊടുക്കുന്നത്. കാരണം പൂർണ്ണദീക്ഷാ മന്ത്രത്തിന്റെ ഏറ്റവും പരപ്രാസാദ മന്ത്രമാണ് സോഹം ഹംസ എന്ന് പറയുന്നത്. ആ മന്ത്രം മാത്രം മതി. അതിനെയാണ് നമ്മൾ സൂര്യമന്ത്രം, പ്രാണമന്ത്രം എന്നൊക്കെ പറയുന്നത്. എപ്പോഴാണോ പ്രാണനെ അറിയുന്നത്? ഈ മന്ത്രത്തിലൂടെയാണെന്ന് അർത്ഥം. അടുത്തത് പഞ്ചേന്ദ്രിയങ്ങളെ, മനസ്സ് എന്നിവ വേണ്ടവണ്ണം നിയന്ത്രിച്ച് ആത്മാവില് ലയിപ്പിക്കുക. ഇതിനാണ് മത്സ്യം എന്ന് പറയുന്നത്. നമുക്ക് 3 പഞ്ചമകാരങ്ങൾ, മൂന്നാമത്തെ മകാരമാകുന്ന മത്സ്യം. അതിന് 2 അർത്ഥമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, അതിനെ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് ആത്മാവിൽ ലയിക്കണം. അത് മാത്രമല്ല, ഇട പിങ്കളയിലൂടെ ഒഴുകുന്ന 2 മത്സ്യങ്ങള്, നമ്മുടെ 2 പ്രാണനുകള്, ആ പ്രാണനുകളെ സൂര്യനാഡിയിലും ചന്ദ്രനാഡിയിലൂടും കൂടെ ഒഴുകുന്ന പ്രാണനെ ആ സുഷുമ്ന നാഡിയില് ഏകീകരിപ്പിക്കുക, വേൽ രൂപത്തിലാക്കുക. അങ്ങനെ നമുക്ക് കുലജ്ഞാനം ഉണ്ടാകുക. അതിനെ മത്സ്യം എന്ന് പറയണു. അവസാനം കുണ്ടലിനി ഉണർന്ന് സഹസ്രാര പത്മത്തിലെത്തി ശിവനുമായിട്ട് മേളിക്കുന്നത് മൈഥുനം. എന്താണ് മൈഥുനം? ആ വിശുദ്ധിയുടെ രോധനമാണ് മുദ്ര. അതായത് നമ്മൾ ഏറ്റവും ഉയർന്ന തലം കുണ്ടലിനി ഉണർന്ന് സഹസ്രാര പത്മത്തിലെത്തി ശിവനുമായിട്ട് മേളിക്കുന്ന ശിവശക്തി സംയോഗത്തെയാണ് നമ്മൾ ശിവശക്തി മൈഥുനം എന്ന് പറയുന്നത്. അത് ബാഹ്യമായിട്ടുള്ളതല്ല, ഇത് ശാശ്വതമായിരിക്കുന്ന ഒരു സംതൃപ്തി, ഒരു ആനന്ദം ഒരു സാധകന് കൊടുക്കുന്ന അവസ്ഥ. അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങള്, പഞ്ചമകാരങ്ങള്, മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര, ഈ 5 എണ്ണം ഒരു കുലസാധകന് ഏറ്റവും എന്താ പറയാ പഞ്ചമകാരങ്ങൾ കൂടാതെ ദേവി ഉപാസന പൂജ പാടില്ല. കാരണം ഇതായിരിക്കണം അവസാനത്തെ ലക്ഷ്യം. കാരണം ഇതിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന്
പലരും അറിവില്ലാത്തവരതിനെ പഞ്ചമകാരങ്ങളൊക്കെ, മത്സ്യത്തെ വെച്ച് ആരാധിക്കുക, മാംസം കൊണ്ട് പൂജിക്കുക, മദ്യം വെച്ച് സേവിക്കുക. ഇതാണ് ദേവിക്ക് ചെയ്യുന്നത്, അറിവില്ലാത്തവര്. പക്ഷെ അറിവുള്ള കുലജ്ഞാനികൾ എന്താ ചെയ്യുന്നത്? ഈ പഞ്ചമകാരങ്ങളാണ് ഏറ്റവും ഉയർന്ന പരപ്രാസാദ മന്ത്രത്തിന്, ഊർധ്വാംനായത്തിന്, ശ്രീചക്രത്തിലെ 5 ആംനായങ്ങളില് ഏറ്റവും ഉയർന്ന ബിന്ദുവിന് മേളിലിരിക്കുന്ന പരാജ്ഞാനം കൊടുക്കുന്ന പഞ്ചമകാരങ്ങള് ദേവിയെ പൂജിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് പറയുന്നു തന്ത്രശാസ്ത്രം. അപ്പൊ ഇതെന്തിനാണ്? പാപക്ഷയം, ശക്തിയുടെ ഉദ്ധാരം, മാത്രമല്ല മുക്തിയെ പ്രാപ്തമാക്കുക, ഈ ഒരു ഉദ്ദേശമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ മകാര പഞ്ചകം. ദേവിയുടെ പഞ്ചപീഠികയിൽ എത്തിച്ചേരണമെങ്കിൽ, അമ്മയുടെ പഞ്ചലക്ഷ്മികളെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പഞ്ചമകാരങ്ങൾ അനുഷ്ഠിച്ച് ഈ ശരീരത്തിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്യണം. നമ്മൾ ശരീരബോധത്തിൽ നിന്ന് ഉയരണം. എന്നാൽ മാത്രമേ ഈ ഒരു ഉത്തമ ഉപാസകനെ സംബന്ധിച്ച് അവിടെ എത്തിച്ചേരാൻ പറ്റൂ. ദേവിയുടെ ചിന്താമണി ഗ്രഹത്തിൽ എത്തണ്ടേ? അതിന് നിസ്സാരമല്ല. ഈ പ്രപഞ്ചത്തിലെ കുറെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവന്ന് പൂജിച്ചുകൊണ്ടിരുന്നാലും, മാംസത്തെ കൊടുത്ത് മദ്യത്തെയും കൊടുത്തുകൊണ്ടിരുന്ന ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ? ദേവി എവിടെയായിരിക്കുന്നത്? പരാശക്തി, ബിയോണ്ട്, പ്രപഞ്ചത്തിന്റെ അതീതമായിരിക്കുന്ന ശക്തിയാണ് ദേവി. അപ്പൊ ഈ മകാരം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് കുലാചാരികള് കൗളമാർഗത്തില്, സമയമാർഗത്തില് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞ് ആ രീതിയിൽ എത്താനായിട്ടാണ് ഒരു സാധകന്റെ ലക്ഷ്യം. അപ്പൊ ഈ സമൂഹ വ്യവസ്ഥിതിയില് വർജ്യം എന്ന് കരുതപ്പെട്ടുള്ള വസ്തുക്കളാണ് ഈ പഞ്ചമകാരം. അതുകൊണ്ട് ഈ സാധാരണക്കാര് അറിഞ്ഞിരിക്കുന്ന പഞ്ചമകാര പൂജ അല്ല ദേവിക്ക് വേണ്ടത്. ദേവിക്ക് ഈ കൗളികനായിട്ടിരിക്കുന്ന ഒരു കുല ആചാരത്തിലിരിക്കുന്ന ഒരു സമയാചാരത്തിൽ ദേവിയെ ഉപാസകനിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സ്നേഹം, അതിനെയാണ് നമ്മൾ പഞ്ചമകാര പൂജ, അതാണ് ദേവി ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇത് നമുക്ക് സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കുലധർമ്മം അറിഞ്ഞൂടാത്ത മൂഢന്മാരിൽ നിന്ന് മാറി നിന്നോളണം, അവരുമായിട്ട് സംഘം പാടില്ല എന്ന് പറയാൻ കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ സാധനയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ദൃഢമായിട്ടുള്ള ചിത്തം വേണം, നിർഭയത വേണം. ദൃഢമായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിർഭയത്വം എപ്പോഴും വേണം. ഒന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ധീരമായിട്ട് നിന്ന് പൊരുതി ആ അറ്റം വരെ ചെന്നെത്തണം. ഇതാണ് ശരിക്കും പറഞ്ഞ മനഃശാഞ്ചല്യം. നമുക്ക് മനഃശാഞ്ചല്യം വന്നാൽ ഒരു ഗുണവും ഇല്ല. കാരണം അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, കുലഭ്രഷ്ടനാകുമോ, ഇങ്ങനെയൊക്കെയുള്ള. അങ്ങനെയല്ല, ഇതിന് നിർഭയത. ആ കുലധർമ്മം ഉപാസകനിൽ പ്രകാശിക്കണം. കാരണം എന്താ? ഈ ദേവിയെയാണ് ഉപാസിക്കുന്നത്. അവനില് ആ നിശ്ചയദാർഢ്യം. അവിടെ എന്താ? നമുക്ക് ബന്ധങ്ങളോ സ്വന്തം ബന്ധങ്ങളോ പാശങ്ങളോ ഒന്നുമില്ല. അവിടെ അമ്മ മാത്രം. അമ്മയാണ് നമ്മൾ ബന്ധിക്കുന്നത് നമ്മുടെ പാശം കൊണ്ട്. അമ്മയുടെ പാദപത്മങ്ങളിൽ നമ്മുടെ മനസ്സിനെ ബന്ധിക്കുക ചെയ്യുന്നത്. അവിടെ അന്ധകരണ ശുദ്ധിയോടുകൂടി സർവം എന്ത് ചെയ്യണം? നമ്മുടെ ഹവിസായിട്ട് ഇന്ദ്രിയങ്ങളെ ഏറ്റവും ശുദ്ധമായിട്ട് ആത്മാവിൽ ശിവന്റെ രൂപമായിട്ട് കണ്ട് അഗ്നിയെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിതഗ്നിയില് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഹോമിക്കണം. അന്ധകരണ ശുദ്ധി കൂടാതെ ചെയ്യുന്ന ഒരു കർമ്മവും ഫലപ്രാപ്തി വരില്ല. അന്ധകരണങ്ങളെ ആ ഒരു വൃത്തികളെ ഹവിസായിട്ട് ഹോമിക്കണം. അതായത് നല്ലതും ചീത്തയും ആയിക്കൊള്ളട്ടെ, ആ ചിതഗ്നി നമ്മുടെ ഓരോ കർമ്മങ്ങളും, ശിവമാനസ പൂജയിൽ പറയണു, നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കർമ്മങ്ങളും ശിവപൂജയാവട്ടെ. ശിവനിൽ നിന്ന് അന്യമായിട്ട്, പരാശക്തിയിൽ ശിവയിൽ നിന്ന് അന്യമായിട്ടൊരു ലോകമോ ഒരു എന്താ പറയാ ജീവിതമോ നമുക്കില്ല. തുടങ്ങുമ്പോൾ മുതൽ. അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു പ്രാകാരത്തിലോ ഒരു അമ്പലത്തിലോ ഒരു പൂജാമുറിയിലോ കുറച്ച് എന്താ പറയാ ബിംബങ്ങളിലോ ഒതുക്കുന്ന ശക്തിയല്ല. രാവിലെ മുതൽ നമ്മുടെ ജീവിതമാകുന്ന പോർക്കളത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സുഖദുഃഖങ്ങളെ മനസ്സിലാക്കി അവസാനം നമ്മളെ സത്ചിന്തകൾ തന്ന് നയിക്കുന്ന ഒരു പരമമായിരിക്കുന്ന ശക്തിയാണ്. ചിലർക്ക് പൂജാമുറിയിലാണ്, അവിടെ വളരെ ശുദ്ധനും നല്ലതും, വെളിയിൽ തോന്നിയാസം കാണിക്കുക. അങ്ങനെ അല്ല. ഈശ്വരനെ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ഓരോ ശ്വാസത്തിനും കാരണമായിരിക്കുന്ന ശക്തിയായിട്ട് കാണണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില്. അപ്പൊ ഈ പറയുന്ന അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ആ ചിതഗ്നിയിൽ ഹോമിക്കപ്പെടണം. അവിടെ എന്താ? നമ്മുടെ എല്ലാം, അതായത് വൃത്തി രൂപത്തില് സർവവും ശിവരൂപമായിട്ട് സങ്കല്പിച്ച് ഹോമിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താ? ശിവാകാരമായിട്ട് തീരുക. അപ്പൊ ദേവി എവിടെയായിരിക്കുന്ന? ശിവാകാരമഞ്ച്. ആ ശിവാകാരമഞ്ചത്തിലിരിക്കുന്ന ഭഗവതിയെ പൂജിക്കുന്നവർക്ക് എന്താ? ആ ശിവരൂപപ്രാപ്തിയാ വേണ്ടത്. അപ്പൊ ദേവിയിലൂടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മൾ ഹോമിക്കപ്പെടുന്ന നെയ്യ്, അഗ്നി, അതിനകത്തുള്ള സ്രുവം, സൃക്ക്, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം നമ്മുടെ മനോവൃത്തികളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാവന നമ്മുടെ ഹൃദയത്തിൽ വേണം. കാരണം നമ്മൾ ബാഹ്യമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ, ബാഹ്യമായിട്ട് ഹോമം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഹൃദയത്തില്
നമ്മൾ സങ്കല്പിച്ച് നമ്മള് ഒരു വേദവേദ്യാദികളെല്ലാം തന്നെ അഗ്നിയിലെ ശിവരൂപ തത്വത്തില് നമ്മൾ ഹോമിച്ചു കഴിഞ്ഞാൽ നമ്മള് ശിവസ്വരൂപമായിട്ട് ഭവിക്കും. അതിന് സംശയമില്ല. കാരണം ശിവസങ്കല്പം സദാ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അനിവാര്യമായിട്ടുള്ളത് എന്താണ്? ഒരു ശുദ്ധത, ആ ഒരു പവിത്രത. അപ്പൊ ഇന്ദ്രിയങ്ങളും കർമ്മവും എല്ലാം ആ ഒരു ശുദ്ധമായിട്ടുള്ള ശുദ്ധതയെ പ്രാപിക്കും. അന്ധകരണ ശുദ്ധി ഉണ്ടാവും. അന്ധകരണം ഹോമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ? ശിവമല്ലാതെ ഒന്നുമില്ല. അന്ധകരണം എന്ന് പറയുന്ന മനസ്സാണ്, മനസ്സിന്റെ ചെപ്പ്, അതിന്റെ 4 അറകള്. അവിടെ ഹോമിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? അവിടെ ശിവബോധം മാത്രം. ആ ശിവൻ പ്രകാശ വിമർശ സ്വരൂപമായിട്ടിരിക്കുന്ന ശിവശക്തികളെ മാത്രം നമ്മളെ ജീവിതത്തില് സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ശിവചൈതന്യവും വിമർശ ശക്തിയായിരിക്കുന്ന ദേവീ ചൈതന്യവും, അതായത് ബിംബ പ്രതിബിംബങ്ങള്. ആ ബിംബ പ്രതിബിംബങ്ങൾ അല്ലാതെ ഒന്നും അവശേഷിക്കില്ല. അപ്പൊ ശിവമായിട്ടുള്ള അഗ്നിയിൽ സ്വയം ഹോമിക്കണം. താൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എന്താ? അവസാനം രാത്രി കടക്കാൻ നേരം എന്താ? നമ്മുടെ കർമ്മങ്ങളൊന്നും നമ്മളെ ബന്ധിക്കരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അമ്മ എല്ലാ കർമ്മങ്ങളും അമ്മയുടെ പ്രേരണ കൊണ്ട് അമ്മ ചെയ്യിപ്പിക്കുന്നു. അമ്മ യന്ത്രി, ഞാൻ യന്ത്രം. ഈ ഒരു ഭാവം കൊണ്ട് അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചോളണം. കാരണം പിറ്റേ ദിവസം ഉണരണമെങ്കിൽ ഉണരുമോ ഇല്ലയോ നമുക്കറിയില്ല. നമുക്ക് ഉണർന്നില്ലെങ്കിൽ പോലും ഈ കർമ്മങ്ങള് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഭഗവതി ഏറ്റെടുക്കും. അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കണം. നമ്മളെല്ലാം പിടിച്ചു വച്ചിരിക്കുക, ഞാൻ ചെയ്യണു. അപ്പൊ കർമ്മഫലങ്ങളും ഏറ്റെടുത്തോളണം. കർമ്മം നല്ലതോ ചീത്തയോ നമുക്കറിയില്ല. ചിന്തകള് പ്രവൃത്തികളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം നല്ലതും ചീത്തയും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യും? ചീത്ത അമ്മ എടുക്കും, നല്ലതിന്റെ ഫലം അമ്മയുടെ മക്കൾക്ക് കൊടുക്കും. സംശയം വേണ്ട അത്. അപ്പൊ ഒരു തെറ്റിന്റെ ഫലം, പ്രായശ്ചിത്ത കർമ്മവും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അല്ലെങ്കിലോ എല്ലാ തെറ്റുകളും, അതായത് ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ചെയ്യണമെന്ന് പറഞ്ഞാല് എല്ലാ തെറ്റിന്റെ ഫലങ്ങള്, കർമ്മങ്ങളുടെ പാപഫലങ്ങള് എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ജന്മങ്ങളിലൂടെ ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോ ഭഗവാൻ ശിവനെ സച്ചിദാനന്ദനെന്നും ആഗമശാസ്ത്രങ്ങളിലെ ചിദാനന്ദ ഘനസ്വരൂപനെന്നും ചിത്തത്തിൽ നിർവികാര രൂപഭാവന ഉണ്ടാവണമെന്ന് പറയണു. ആണവ ഭാവത്തില് എന്ത് വേണം? നമുക്ക് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. ഉപാസകന് ആണവ ഭാവത്തില് നമ്മൾ എപ്പോഴും അങ്ങനെ നമുക്ക് ആണവ മലത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റുള്ളൂ. കാരണം ആ അഹങ്കാരം എല്ലാത്തിൻ്റെയും മുകളിൽ ആ ഒരു പ്രചോദന ശക്തി, അതാണ് അഹങ്കാരം. അത് അഹംബോധമായിട്ട് തീരുകയാണ്. അപ്പോൾ നമുക്ക് നിർവികൽപ്പ ഭാവം കൈവരും. കാരണം ഈ ഒരു നിർവികൽപ്പ ഭാവന, അതായത് സവികൽപ്പ ഭാവം മാറ്റി സകല ഭാവം, അതായത് കലകളോട് കൂടിയ പ്രപഞ്ചം എന്ന് പറയുന്ന വിവിധ നാമരൂപങ്ങളിൽ നിൽക്കുന്ന മനസ്സിനെ എന്ത് ചെയ്യണം? നിർവികൽപ്പമായിട്ട്, അതായത് അവിടെ നാമരൂപങ്ങളൊന്നുമില്ല, ഏകമായിരിക്കുന്ന ഒരേ ഒരു വസ്തു, അത് ശിവബോധം. ആ ബോധത്തിൽ മനസ്സിനെ കൊണ്ടുവരുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒന്നും കാണാൻ പറ്റില്ല. അവിടെ പ്രകാശം മാത്രം. അവിടെ വിമർശങ്ങളോ എല്ലാം ഒന്നായിട്ട് തീരുന്ന ഒരു സ്വരൂപമാണ്. അതാണ് പ്രകാശം. ആ പ്രകാശത്തിൽ നമ്മുടെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് മോക്ഷം പ്രാപിക്കൽ, അതായത് മനുഷ്യ ജന്മത്തിന്റെ പരിസമാപ്തി. എന്താണോ മനുഷ്യ ജന്മത്തിന്റെ ആ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം, ആ ഉദ്ദേശമാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. അപ്പൊ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് ആത്യന്തികമായിരിക്കുന്ന ആ ഒരു മോക്ഷം, അതായത് പരമപുരുഷാർത്ഥം, ധർമ്മ അർത്ഥ കാമത്തില് മോക്ഷം എന്നുള്ള 4ാമത്തെ അവസ്ഥ നമുക്ക് കൈവരും. അപ്പൊ ഈ ശാസ്ത്രങ്ങള്, അതായത് ആത്മസ്വരൂപ ദർശനം, അതാണ് മോക്ഷൈക സാധന, ജീവിതത്തിലെ പരമശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പൊ ഈ നിർവികൽപ്പ അനുഭൂതി സർവശ്രേഷ്ഠമാണ്. ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ്. ഇത് കുലധർമ്മമാണ്. കാരണം നമ്മൾ ഈ കുല ഉപാസനയിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ മോക്ഷൈക വൃത്തി എന്ന് പറയുന്നത്. ആ ഒരു അത്യുന്നത ശ്രേണിയിൽ ഒരു സാധകൻ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു തലം നമ്മളെ ഈ ഒരു മന്ത്ര സാധനയുടെ കൂടെ ഈ കേട്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടുവരണം. അതാണ് സമാധി. സമ ആധി. നമുക്ക് സമബുദ്ധി, എല്ലാത്തിനോടുമുള്ള ആ ഒരു പരമപുരുഷാർത്ഥം നേടണമെങ്കിൽ നമുക്കൊരു സമബുദ്ധി ഉണ്ടായിരിക്കണം. ആ സമബുദ്ധി വേണമെങ്കിൽ സാധന എന്ന് പറയുന്ന ഒരു പ്രത്യേക തലത്തിലൂടെ സഞ്ചരിക്കണം. ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.